പ്രൈസ് ലോർഡ്. 30-ാം സങ്കീർത്തനം 5-ാം വാക്യം നമ്മുടെ ചിന്തയ്ക്കായി വായിക്കാം. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, എന്നാൽ അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. അതിനുശേഷമുള്ള വാചകം ഒന്ന് ശ്രദ്ധിക്കുക. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. നോക്കൂ, ഇവിടെ പെർമനൻ്റായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയുക. അതിനുശേഷം പെട്ടെന്ന് മാറിപ്പോകുന്ന ചില വിഷയത്തെക്കുറിച്ചും സങ്കീർത്തനക്കാരൻ ആത്മാവിൽ ദർശിക്കുന്നു. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. ദൈവത്തിൻ്റെ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു വിഷയത്തേക്ക് സങ്കീർത്തനക്കാരൻ പ്രവേശിച്ചിട്ട് അനേക അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ദാവീദ് രാജാവ് പറയുകയാണ്, ദൈവം കോപിക്കുന്നു, ദിവസേന ദൈവം കോപിക്കുന്നു. എപ്പോഴും ദൈവത്തിന് നമ്മോട് കോപമുണ്ട്. ദൈവത്തെ, അവൻ്റെ അനുസരണത്തെ, അവൻ്റെ ചട്ടങ്ങളിൽ നിന്ന് നമ്മൾ മാറിപ്പോകുമ്പോൾ ദൈവം നമ്മോട് കോപിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ നമ്മളിൽ ഒരു അനുതാപമുണ്ടാകുമ്പോൾ ആ കോപത്തിൻ്റെ കാരണത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാകുമ്പോൾ ദൈവം പെട്ടെന്ന് ആ കോപത്തിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ജീവപര്യന്തം നമ്മോടുകൂടെ നിൽക്കത്തക്ക രീതിയിൽ ഉള്ളതായ ഒരു ദൈവത്തിൻ്റെ പ്രസാദം നമ്മളിൽ വരുത്തുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ പ്രസാദം ജീവപര്യന്തം പ്രാപിച്ചിട്ടുള്ള ഒരു ദൈവമക്കളുടെ ജീവിതത്തിൽ വരാവുന്ന ഒരു വലിയ ഭവിഷ്യത്തിനെക്കുറിച്ച് അടുത്ത സെൻറ്റൻസിൽ ദാവീദ് രാജാവ് പറയുന്നു. എന്താണെന്നറിയാമോ? കരച്ചിൽ സന്ധ്യയെങ്കിൽ വന്ന് രാപാർക്കും. സ്തോത്രം എന്ന് പറഞ്ഞാൽ അനേക കരച്ചിലിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കരഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ നമ്മൾ കരഞ്ഞിട്ടുണ്ട്. സഹിക്കാൻ വയ്യാത്ത അനേക വേദനകളുടെ മധ്യത്തിൽ കരഞ്ഞിട്ടുണ്ട്. കുടുംബത്തിൽ പല പ്രശ്നങ്ങൾ നിറഞ്ഞ വിഷയത്തിൽ നമ്മൾ കരഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ കരഞ്ഞിട്ടുണ്ട്. അനേക ആവശ്യങ്ങളുടെ മുഖത്ത് നമ്മൾ കരഞ്ഞിട്ടുണ്ട്. അനേകർ നമ്മെ വേദനിപ്പിച്ച് നമ്മൾ കരഞ്ഞിട്ടുണ്ട്. അനേക വിഷയങ്ങളുടെ മുഖത്ത് കരയാനല്ലാതെ സന്തോഷിക്കുവാൻ ഒരു വഴിയുമില്ലാത്ത അനേക വിഷയങ്ങളുടെ മുഖത്ത് നമ്മൾ കരഞ്ഞിട്ടുണ്ട്. നമ്മൾ തനിയെ ഇരിക്കുമ്പോൾ ഓർത്തോർത്ത് കരയും, മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് കരയും, ദൈവസന്നിധിയിൽ കരയും. അങ്ങനെ പല രീതിയിലുള്ള കരച്ചിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ അഭിമുഖീകരിക്കുന്നു. ഒരു ദൈവഭക്തനായ മനുഷ്യൻ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ദൈവം അവനെ നടത്തുന്ന വഴികളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൻ ദൈവഹിതപ്രകാരമുള്ള ഒരു മാനസാന്തരം അവൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ അവനിൽ ഒരു കരച്ചിലുണ്ടാകും. അത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. ഒരു സങ്കടം ഒരു മനുഷ്യരോട് നമ്മൾ ചെന്ന് സംസാരിക്കുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണിൽ നിന്നും കരച്ചിൽ വന്നു പോകും. ദൈവത്തിൻ്റെ സന്നിധിയിൽ അനേകരുടെ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് നമ്മളൊരു സാക്ഷ്യം പറയുവാൻ നോക്കിയാൽ മനസ്താപമുള്ള ഹൃദയമാണതെങ്കിൽ, അല്ലെങ്കിൽ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് നുറുക്കപ്പെട്ട ഹൃദയമാണെങ്കിൽ പെട്ടെന്ന് അവൻ്റെ കണ്ണിൽ കണ്ണുനീര് വരും. എന്നാൽ ഭക്തിയെ നടിച്ച് അഭിനയിച്ച് വാക്കുകൾ കൊണ്ട് ഭക്തി സാധ്യമാക്കി തീർത്ത ചില വ്യക്തികളുണ്ട്. അവരിൽ സങ്കടം വരില്ല. അവരുടെ വാക്കുകൾ കേട്ടാൽ നമുക്കറിയാം അവർക്ക് വിങ്ങലുണ്ടാകില്ല, അവരുടെ ഹൃദയം തകരുകയില്ല. അവരഭ്യസനം ചെയ്തിട്ടുള്ള ഹൃദയങ്ങളാണ്. നോക്കൂ, ഇവിടെ ദാവീദ് രാജാവ് പറയുന്ന വാചകത്തിന് അനേക അർത്ഥങ്ങൾ ആ 5-ാം വാക്യത്തിൽ കൊണ്ടുവന്ന് ഉൾക്കൊള്ളിക്കുകയാണ്. സന്ധ്യയെങ്കിൽ രാപാർക്കുന്നതായ കരച്ചിലുകൾ. സ്തോത്രം. ഈ രാത്രിയുടെ മറവിൽ നമുക്ക് കാണാൻ കഴിയാത്ത സ്ഥാനത്ത്, ഇരുട്ടത്ത് കരയുവാൻ കാരണമാക്കി തീർക്കാവുന്ന അനേക വിപത്തുകളെക്കുറിച്ചാണ് ദാവീദ് രാജാവ് ദർശനത്തിൽ കൂടെ കാണുന്നത്. അത് ഒഴിഞ്ഞു പോകുന്നില്ല. അത് വീട്ടിൽ നമ്മോടുകൂടെ പാർക്കുകയാണ്. അത് നമ്മോടുകൂടെ അത്താഴം കഴിക്കുന്നു, നമ്മോടുകൂടെ ഉറങ്ങുന്നു, നമ്മോടുകൂടെ സഞ്ചരിക്കുന്നു.
അതെപ്പോഴും നമ്മൾ നമ്മുടെ ഭവനത്തിൽ പാർക്കുന്നത് പോലെ, അല്ലെങ്കിൽ നാം പകൽ മുഴുവനും ജോലി ചെയ്ത് വേല ചെയ്ത് അധ്വാനിച്ച് ഓരോരോ കാര്യങ്ങളിൽ ഇടപെട്ട് വിശ്രാമത്തിന് വേണ്ടി നമ്മുടെ ഭവനത്തിൽ കടന്നു വരുമ്പോൾ നമ്മോടൊപ്പം കടന്നു വരുന്ന ഒരു അതിഥിയെ പോലെ കരച്ചിൽ നമ്മോടുകൂടെ പാർക്കുന്നു. ഭവനത്തിൽ നിന്ന് ഒഴിയുന്നില്ല. ഒന്ന് തുടങ്ങി ഒന്ന്, ഏതെങ്കിലും ഒരു കരച്ചിലിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടാൽ അടുത്ത കരച്ചിൽ പ്രത്യക്ഷപ്പെടും. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കുടുംബ പ്രശ്നത്തിൽ കരച്ചിലുണ്ടായാൽ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ ഉടനെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ കരച്ചിൽ വരും. അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ഉടനെ സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകളുടെ വിഷയത്തിൽ കരച്ചിൽ വരും. അതിൽ നിന്നൊക്കെ അങ്ങ് രക്ഷപ്പെട്ടു നമ്മളെ ദൈവം അനുഗ്രഹിച്ചൊരു വിശാലതയിലേക്ക് നമ്മൾ കൊണ്ടുവന്നു എന്നെങ്കിൽ ആത്മീയ ജീവിതത്തിൽ കരച്ചിലുണ്ടാകും. സങ്കടങ്ങൾ, അനേകരുടെ തിരസ്കരണം, ഒറ്റപ്പെടുന്നതായ അവസ്ഥ, കണ്ണുനീരാണ്. ഒരിക്കലും അങ്ങോട്ട് മാറുന്നില്ല. ചില വ്യക്തികൾക്കൊക്കെ സങ്കടം മാറുകയില്ല. അവൻ എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. എന്ത് സംസാരിച്ചിരുന്നാലും ചില അമ്മമാർ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ? കരച്ചിലാണ്, കരച്ചിൽ തന്നെ കരച്ചിൽ. അങ്ങനെയുള്ള ചില വ്യക്തികളെ ദാവീദ് രാജാവ് കണ്ടുകൊണ്ട് ആ വ്യക്തികളെ എടുത്തുകൊണ്ട് വരികയല്ല, എന്നാൽ ആ വ്യക്തികളിൽ പോരാടുന്ന അല്ലെങ്കിൽ അവരോട് കൂടെ സഞ്ചരിക്കുന്ന ഒരു മാറാത്ത ബാധയാകുന്ന കണ്ണുനീരിൻ്റെ കാരണം. പ്രൈസ് ദി ലോർഡ്. ഒരു ഭവനത്തിൽ, ഒരു വ്യക്തിയിൽ, ഒരു സമൂഹത്തിൽ, ഒരു സംഘടനയിൽ, ഒരു ജോലിയിൽ ചില ആവശ്യങ്ങളുടെ മുഖത്ത് നമ്മെ കൈവിടാതെ നമ്മളെ വിട്ടുമാറാതെ ഭവനത്തിന്മേൽ പോരാടി രാപാർക്കുകയാണ്. നമ്മൾ തലവണ വയ്ക്കുന്നത് പോലെ ആ കരച്ചിൽ നമ്മോടൊപ്പം തലവണ വെച്ചുറങ്ങുന്നു. ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ നമ്മോടൊപ്പം രാപാർക്കുന്ന കരച്ചിലിനെ പുറത്താക്കണം. എങ്ങനെ ആ കരച്ചിൽ പുറത്താകും? എങ്ങനെ അവനെ ആട്ടി ഓടിക്കാം? ദാവീദ് പറയുന്നു, സന്ധ്യയെങ്കിൽ രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷമുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മളൊന്ന് വരുന്നുടനെ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഇരുളാണ്, കരച്ചിലാണ്, സങ്കടമാണ്, ഒന്നും കാണുവാൻ കഴിയില്ല, ഇരുട്ടാണ്. പലതും കാണുവാൻ നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ കൂരിരുട്ട്. എങ്ങനെയുള്ള ഇരുട്ടെന്നറിയാം? സ്പർശിക്കാവുന്ന ഇരുട്ട്, നമുക്ക് തൊടുവാൻ കഴിയും ചില ഇരുട്ട്. അങ്ങനെയും ഒരു ഇരുട്ടുണ്ട്. ഫറവോനിൻ്റെ ആ മനസാന്തരത്തിന് വേണ്ടി ദൈവം മിസ്രൈമിൽ അയച്ച ഇരുട്ടിനെ തൊടുവാനുള്ള ഒരു ഫിസിക്കൽ ടച്ച് ചെയ്യാവുന്ന ഇരുട്ടുണ്ട്. അതിനൊക്കെ അർത്ഥങ്ങൾ വേറെയാണ്. എങ്കിലും നോക്കൂ, ഇങ്ങനെ ആദ്യമെങ്കിലുണ്ടായിരുന്നതായ അന്ധകാരത്തെ, ഇരുട്ടിനെ മാറ്റുവാൻ ദൈവം ഒരു ഉത്തരവിട്ടു. വെളിച്ചമുണ്ടാകട്ടെ. സ്തോത്രം. വെളിച്ചമുണ്ടായി. അങ്ങനെ വെളിച്ചമുണ്ടായപ്പോൾ അടുത്ത വാചകം പറയുകയാണ്, സന്ധ്യയായി, ഉഷസ്സായി, ഒന്നാം ദിവസം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ ഒന്നാം ദിവസങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനെ എണ്ണുവാൻ കാരണമാക്കുന്നത്, അന്ധകാരത്തിൽ നിന്ന് വിടുതൽ കിട്ടിയ ഒരു ദിവസത്തിൻ്റെ യാമാരംഭത്തിലേക്ക് വരുവാൻ നമ്മെ സഹായിക്കുന്നത് വെളിച്ചം, ലൈറ്റ്. അതാണ് ദാവീദ് രാജാവ് ഇവിടെ പറയുന്നത്, സന്ധ്യയെങ്കിൽ കരച്ചിൽ നിന്നോടൊപ്പം രാപാർക്കും. നിൻ്റെ ഭവനത്തിൽ നിന്ന് ഒഴിയാതെ, മാറാതെ, വിട്ടുമാറാതെ അനേകം പ്രാവശ്യം പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, കണ്ണുനീരൊഴുക്കി, ദൈവത്തോട് പറഞ്ഞു, മനുഷ്യരോട് പറഞ്ഞു, പല രീതിയിൽ നീ ഒന്ന് പരിശ്രമിച്ച് നോക്കി, വിട്ടുമാറുന്നില്ല. കരച്ചിൽ തന്നെ കരച്ചിൽ. എന്നാൽ ഉഷസ് നിൻ്റെ മേളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, ഉഷസ്സിലോ ആനന്ദഘോഷമുണ്ടാകും. നിൻ്റെ ഭവനത്തിൽ നിന്ന് ചിരിയും സന്തോഷവും ആനന്ദവും മാറിയിട്ട് വർഷങ്ങളായിട്ടുണ്ട്. ദിവസങ്ങളായി കരച്ചിൽ
അന്ധകാര ശക്തിയുടെ ഒരു പ്രകടന ഭാഷയാണ്, ഒരു പ്രതിഫലന ഭാഷയാണ്, അതിൻ്റെ ഒരു പ്രകടന ആക്ഷനാണ്. അതിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടുവാൻ ദൈവത്തിന് സ്തോത്രം, ഒരു പ്രഭാതം ഉണ്ടാകണം, ഒരു ഉഷസ് ഉണ്ടാകണം. ആരാണ് ഉഷസ്? കർത്താവായ യേശു ക്രിസ്തു. അവൻ നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആനന്ദഘോഷമുണ്ടാകും, അനേക പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ഇന്നലെ രാത്രിയിൽ കരഞ്ഞുകൊണ്ടിരുന്ന, കണ്ണുനീര് വീഴ്ത്തിക്കൊണ്ടിരുന്നതായ അനേക വിഷയങ്ങളുടെ മുൻപിൽ ജയത്തിൻ്റെ ഒരു ഘോഷം മുഴങ്ങുവാൻ സ്തോത്രം, ജയത്തിൻ്റെ അധികാരശക്തി കൈയടക്കുമ്പോൾ അവിടെ വിജയം, ആനന്ദഘോഷം എൻ്റെ ഭവനത്തിലുണ്ടാകും. ആർപ്പുവിളി, നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം ഉണ്ടാകുന്നത് എപ്പോഴാണെന്നറിയാമോ? നീതി സൂര്യൻ അവിടെ വെളിപ്പെടുമ്പോൾ, നിൻ്റെ ഭവനത്തിൽ ക്രിസ്തു കടന്നു വരുമ്പോൾ, നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്തു കടന്നു വരുമ്പോൾ, വെളിച്ചമുണ്ടാകുമ്പോൾ, നീതി സൂര്യൻ ഉണ്ടാകുമ്പോൾ, ഇന്നലെ വരെ നീ കരഞ്ഞുകൊണ്ടിരുന്ന അനേക വിഷയങ്ങൾക്ക് ശാന്തി ഉണ്ടാകും. ഇനി മേലാൽ കരയണ്ട, നീ കരയരുത്, കരയണ്ട. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, കരയണ്ട, നീ ഇത്രത്തോളം കരഞ്ഞത് മതി. രാപാർത്തുകൊണ്ടിരുന്നതായ നിൻ്റെ ഭവനത്തിൽ നിന്നോടൊപ്പം ഉറങ്ങിക്കൊണ്ട് തലയണ വെച്ച് നിൻ്റെ കട്ടിലിന്മേൽ, നിൻ്റെ ഭവനത്തിന്മേൽ, നിൻ്റെ അടുക്കളയിൽ, നിൻ്റെ അധ്വാനത്തിന്മേൽ, നിൻ്റെ ആരോഗ്യത്തിൻ്റെ മേൽ, നിൻ്റെ സന്തോഷത്തിന്മേൽ, നിൻ്റെ ഐക്യത്തിൻ്റെ മേൽ, നിൻ്റെ സമാധാനത്തിന്മേൽ, നിൻ്റെ വിശ്വാസത്തിൻ്റെ മേൽ, നിൻ്റെ അഭിഷേകത്തിൻ്റെ മേൽ, നിൻ്റെ ശുശ്രൂഷയുടെ മേൽ രാപാർത്തുകൊണ്ടിരുന്നതായ കണ്ണുനീരിന് ഒരു വിടുതൽ കിട്ടുവാൻ ആ വിഷയത്തിലെല്ലാം ക്രിസ്തുവാകുന്ന നീതി സൂര്യൻ ഉദിക്കുമ്പോൾ ഇതാ വെളിച്ചമുണ്ടായി. സന്ധ്യയായി, സന്ധ്യ കഴിഞ്ഞു, ഉഷസ്സിത വന്നു. ഒന്നാം ദിവസം നിൻ്റെ ജീവിതത്തിൽ നീ എണ്ണുവാൻ, എണ്ണി 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 സ്തുതിക്കുവാൻ ദൈവത്തിന് സ്തോത്രം. ഓരോ നാൾ നിനക്ക് എണ്ണി സ്തുതിക്കുവാൻ ദൈവത്തിൻ്റെ കൃപകളെക്കുറിച്ച്, അവൻ നടത്തിയതായ വഴികളെക്കുറിച്ച്, നിൻ്റെ ജീവിതത്തിൽ നിന്ന് കരച്ചിൽ ഓടിപ്പോയ അനുഭവത്തെക്കുറിച്ച് നിനക്ക് സ്തുതിക്കുവാൻ, എണ്ണുവാൻ ഇതാ ദൈവം വലിയൊരു ജയത്തിൻ്റെ ഘോഷത്തിൻ്റെ അല്ലെങ്കിൽ ഉല്ലാസത്തിൻ്റെ ഒരു വലിയ വെളിച്ചം നിൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു, നിൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്നു. നീയാണ് ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ അനേകം പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുള്ളതായ വാക്യമാണ്. സന്ധ്യയെങ്കിൽ കരച്ചിൽ നിൻ്റെ ഭവനത്തിങ്കിൽ രാപാർക്കുമെങ്കിലും ഒരു ഉഷസ് വരും. ആ ഉഷസ് ഇന്നലെ കരഞ്ഞുകൊണ്ടിരുന്നതായ വിഷയത്തിന്മേൽ നിനക്ക് ജയം തരും. നിൻ്റെ ജീവിതത്തിൽ ദിവസങ്ങൾ എണ്ണുവാൻ തുടങ്ങും. ദൈവത്തോടുകൂടെ വസിക്കുന്ന ദിവസങ്ങളെക്കുറിച്ച് നിനക്കൊരു കണക്കുകളുണ്ടാകും. ഇതുവരെ കണക്കില്ലായിരുന്നു. നീ അങ്ങ് അന്ധകാരത്തിൽ കിടന്ന് കരയുകയാണ്. എത്ര കൂട്ടിയിട്ടും കണക്കൊക്കുന്നില്ല. പല പ്രാവശ്യം കണക്ക് തെറ്റിപ്പോയ ജീവിതത്തെ ഇതാ ദൈവം ഒരു ഓർഡറിൽ കൊണ്ടുവന്നു. ഒന്നാം ദിവസം സ്തോത്രം. ഇതുവരെയും ഓർഡറില്ലായിരുന്നു. ഒരു വിതൗട്ട് ഫോം. ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചു. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഭൂമി പാഴും ശൂന്യമായി കിടന്ന് പറയുന്നത് എർത്ത് വാസ് വിതൗട്ട് ഫോം. അതിനൊരു ആകൃതിയില്ലായിരുന്നു. എന്നാൽ ഒന്നാം ദിവസം തുടങ്ങിയപ്പോൾ, അതിന്മേൽ ദിവസം തുടങ്ങിയപ്പോൾ ഇതാ ഭൂമിക്ക് ആകൃതിയുണ്ടായി, രാത്രിക്ക് ആകൃതിയുണ്ടായി. രാത്രിയിലെ കരച്ചിൽ പ്രഭാതത്തിൽ ഘോഷം, ഉല്ലാസത്തിൻ്റെ, ജയത്തിൻ്റെ ധ്വനികളായി പ്രത്യക്ഷപ്പെട്ടു. നിൻ്റെ ഭവനത്തിൽ ആ ജയത്തിൻ്റെ ഘോഷം വരുവാൻ യേശു അവിടെ കടന്നു വരുമ്പോൾ അതിനൊക്കെയും, കരച്ചിലിനൊക്കെയും ഒരു പരിഹാരമാകും. വേദനയ്ക്കൊരു പരിഹാരമാകും. കണ്ണുനീരിനൊരു പരിഹാരമാകും. പരാതികൾക്കൊരു പരിഹാരമാകും. ആവലാതികൾക്കൊരു പരിഹാരമാകും. ഗഡ് ബ്ലെസ് യു.